ഹായ് ഗൈസ്, സാലസ് റിയാലിറ്റിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോമ്പ് 4 ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്ന് സ്പെഷ്യൽ അറിയണത് കോഴിക്കോടിൻ്റെ ഇറച്ചിപ്പത്തിരി കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, വരും. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. ഓക്കെ, എന്നാൽ വരും, നമുക്ക് വീഡിയോ കാണാം. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചാട്ടോ. പിന്നെ വലിയ ഉള്ളി തൊലിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, 2 തണ്ട് മല്ലിയില, 2 തണ്ട് കറിവേപ്പില കേട്ടോ. അപ്പോൾ വലിയ ഉള്ളി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ. വലിയ ഉള്ളി അരിഞ്ഞ് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കുകയാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കുക. പിന്നെ പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം. 3 പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ മല്ലിയില അരിഞ്ഞെടുക്കുകയാണ്. എല്ലാം വലിയ ഉള്ളിയും മല്ലിയിലയും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം റെഡി ആയിട്ടോ. നമുക്ക് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വെക്കാം. ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. താളിച്ചെടുക്കണമല്ലോ. പെട്ടെന്ന് താളാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളെ വെല്ലുള്ളി നമ്മളെ ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ട് എടുക്കുക കേട്ടോ. പിന്നെ ഒന്ന് വഴന്ന് വന്നപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതില്ലേ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടല്ലോ. പിന്നെ ഇത്തിരി കുരുമുളക് പൊടി ഇട്ടുങ്ങാണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കനില്ലേ, ആ ചിക്കൻ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ മസാലയിലേക്ക് ആഡ് ചെയ്ത് ഒന്നും കൂടി നന്നായിട്ട് ചിക്കനും നമ്മളെ ഉള്ളിയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള മൈദപ്പൊടിയും ആട്ടപ്പൊടിയും എടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചൂടാക്കിയ വെള്ളം കേട്ടോ. നല്ല തിളച്ച വെള്ളമാണ് ഞാൻ കുഴക്കാൻ ഉപയോഗിക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന മാതിരി നല്ലവണ്ണം കുഴച്ചെടുക്കുക കേട്ടോ. ഒരിത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കൈമ പറ്റാണ്ടിരിക്കാൻ ലാസ്റ്റിലേക്ക്. പിന്നെ നമുക്ക് ബോൾസ് ചെറിയ പൂരിൻ്റെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ പൂരില്ലേ, ആ വലുപ്പത്തിലുള്ള ബോൾസാക്കി മാറ്റിയിട്ട് പൂരിൻ്റെ വലുപ്പത്തിൽ പരത്തിയെടുക്കുക കേട്ടോ. ഒരു പത്തിരി എടുത്ത് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മസാല മിക്സ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കുക ഒന്നിലേക്ക്. എന്നിട്ട് പിന്നെ ഒരു പത്തിരി എടുത്ത് അതിൻ്റെ മേലെ വെച്ച് റൗണ്ടിൽ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. വിരൽ കൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തിയിട്ട് പിന്നെ അതങ്ങനെ മുടഞ്ഞെടുക്കുക. മുടയാനൊന്നും അറിയില്ല, എൻ്റെ കഴിവിനനുസരിച്ചുള്ള മുടച്ചില്ല കേട്ടോ. അല്ലെങ്കിൽ മുടഞ്ഞെടുത്തങ്ങാണ്ട് വെക്കുക. അപ്പോൾ നമ്മൾ ഇറച്ചിപ്പത്തിരിൻ്റെ റെഡി ആയിട്ടോ. ഇറച്ചിപ്പത്തിരിൻ്റെ പണി കഴിഞ്ഞാൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. ഇറച്ചിപ്പത്തിരി ആയി. നമ്മൾ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിരുന്നു. അപ്പോൾ തിളച്ച എണ്ണയിലേക്ക് നമ്മൾ ഇറച്ചിപ്പത്തിരി ഇട്ട് കൊടുക്കുക. 2 എണ്ണം വെച്ചിട്ടാട്ടോ ഞാൻ പൊരിക്കുന്നത്. കുറച്ച് വലിപ്പമുള്ള പാനാണല്ലോ, ചെറിയ പത്തിരിയല്ലേ. നമ്മൾ പൂരി ഒക്കെ വേവിക്കും പോലെ തന്നെ 2 സൈഡ് മറിച്ചിട്ട് പൊള്ളിച്ച് വരുമ്പോൾ കളറൊക്കെ മാറി വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇറച്ചിപ്പത്തിരി വെന്തുണ്ട്. നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് പാത്രമൊക്കെ റെഡിയാക്കി അതിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. എണ്ണ പിടിക്കാണ്ടിരിക്കാൻ അപ്പം നമ്മൾ ഇറച്ചിപ്പത്തിരി ഇതാ. അപ്പോൾ അങ്ങനെ ഏകദേശം നോമ്പ് തുറക്കാനുള്ള ടൈമായി. നമ്മൾ വത്തക്ക, കാരക്ക, അതുപോലെ തന്നെ നന്നാരി സർബത്ത് എല്ലാം റെഡിയാക്കി വെച്ച് എല്ലാവരും ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുത്ത് എല്ലാവരും നോമ്പൊക്കെ തുറന്ന്. അപ്പോൾ അൽഹംദുലില്ലാ 4ാമത്തെ നോമ്പും റാഹത്തായിട്ട് തന്നെ തുറന്ന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. 4ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഫുള്ളായിട്ട് കാണുക. അതുപോലെ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാൻ നോക്കുക. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ ബൈ, ഇൻഷാ അല്ലാ.